ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഇത്തിരി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമും പിസ്തയാണ്. 10 എണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അത്ര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ, ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത്തിരിയൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എന്തായാലും നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാകുമ്പോൾ എന്തായാലും നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുമല്ലോ, ചിരവി എടുത്തിട്ട് പിഴിഞ്ഞെടുക്കും. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ തേങ്ങാവെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് കൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അപ്പം നന്നായിട്ട് സോക്കായി വരും. അതിന് ശേഷം ബദാമിൻ്റെയും പിസ്തൻ്റെയും ഒക്കെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ തേങ്ങാവെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നട്ട്സ് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ട് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് 2 കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ തേങ്ങാപ്പാൽ കാണിച്ചപ്പോൾ നിങ്ങൾ എത്ര തേങ്ങക്കാണ് പാലെടുത്തിട്ടുള്ളതെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇതിനായിട്ട് നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ പച്ച തേങ്ങ തന്നെ കഴിയുന്നതും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നല്ല തിക്ക് തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റോട് കൂടിയുള്ള തേങ്ങാപ്പാൽ തന്നെ കിട്ടും. കഴിയുന്നതും പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഷേക്ക് നമ്മൾ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മീഡിയം സൈസ് തേങ്ങയിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. അതെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട്. എടുക്കുമ്പോൾ തിക്ക് തേങ്ങാപ്പാൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. തിക്ക് തേങ്ങാപ്പാൽ തന്നെ എടുക്കുക കേട്ടോ. തിന്ന് തേങ്ങാപ്പാലായാൽ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മളിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നട്ട്സ് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 1/2 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയോ കുറച്ചോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത്തിരി ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തണുപ്പ് വേണ്ടെന്നാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തണുപ്പ് വേണ്ടെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഇത്തിരി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതൊന്നും നിർബന്ധമില്ല, നമ്മൾ ഐസ്ക്രീം ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗിക്ക് കൂടി വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഇത്തിരി നട്ട്സ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിസ്തയും ബദാമുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, തേങ്ങാപ്പാൽ കൊണ്ടുള്ള നമ്മുടെ അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മളെല്ലാവരും വീടുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ട്
ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാലൊക്കെ ആകുമ്പം തന്നെ നിങ്ങൾക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. തേങ്ങയൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാകുന്നതുകൊണ്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനായിട്ട് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ തിക്ക് തേങ്ങാപ്പാൽ തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. ഉണങ്ങിപ്പോയ തേങ്ങ എടുക്കാതെ കഴിയുന്നത് ഞാൻ പറഞ്ഞ പോലെ പച്ച തേങ്ങ തന്നെ എടുക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു അടിപൊളി റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.